കൃഷിയിടത്തിൽ എത്തുന്ന കൊല്ലം പെരിനാട് സ്വദേശി സത്യപ്രകാശിന് ഓരോ ദിവസവും ഓരോ ഭാവമാണ്. പണിക്കിടയിൽ എന്തൊക്കെയോ ഓർത്ത് പറയും. ചോദിച്ചപ്പോഴാണ് കർഷകൻ അരങ്ങിലെ താരമാണ് എന്നറിഞ്ഞത്. കർഷകനായ നാടകക്കാരനെ നമുക്കത് പരിചയപ്പെടണ്ടേ? ആയുസ്സെത്താത്ത മരണം. എന്താടാ ഒരു മനസ്താപം? നാടകത്തിൽ നിങ്ങള് ക്രൂരനായ വില്ലനാണല്ലേ? പിന്നെ ഗംഭീര വില്ലനല്ലയോ? ആയുസ്സെത്താത്ത മരണം എന്താ വേണ്ടായിരുന്നു തോന്നുന്നോ? ഇല്ല, വേണ്ടെന്ന് തോന്നിയിട്ടേയില്ല. 3 പതിറ്റാണ്ടായി കഥയും കഥാപാത്രങ്ങളും ഒപ്പമുണ്ട്. എന്താടാ ഒരു മനസ്താപം? വേണ്ടായിരുന്നു തോന്നും. മനസ്സിൽ കൊണ്ടു നടന്നവളല്ലേ പ്രേമം, മണ്ണാങ്കട്ട. അതുക്ക് മേല നിനക്കുള്ള എൻ്റെ ഓഫർ. ജീവിക്കാൻ പഠിക്കേ. ഇല്ല, ഈ കേസ് എടുക്കില്ല. ഈ കേസ് മൂർത്തി ജീവിച്ചിരിക്കുകയാണ്, നിന്നെ കൊണ്ട് ബാധിപ്പിച്ചിരിക്കും. ഇത്രയും കട്ടിയോ ഡയലോഗ് പഠിച്ചിട്ടാണ് ആഞ്ഞു വെട്ടുന്നത്. അപ്പോ ഇത് ഏത് നാടകമാണ്? എന്താ ഇതിന്റെ പരിപാടികളൊക്കെ? ഇത് കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം എന്ന് പറയുന്ന നാടകമാണ്. അതിന്റെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സുഖമില്ലാതെ മാറിയത് കൊണ്ട് പകരം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് 2 ദിവസം അയാൾ ഇത് കിട്ടിയിട്ട്. കൃഷി നമ്മൾ ഇപ്പോഴും ഒരു 7-8 വർഷം അയാൾ തുടങ്ങിയിട്ട്. നാടകമായിരുന്നു ജീവിതം. നാടകമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. നാടകത്തിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 35 വർഷത്തോളം കഴിഞ്ഞ്. നേരത്തെ അമച്ചൂർ നാടകം, സിംബോളിക്കൽ, അത് കഴിഞ്ഞിട്ട് വളരെ അവിചാരിതമായിട്ടാണ് കൊല്ലം ചൈതന്യയോട് പീനൽ കോഡ് എന്ന നാടകത്തിൽ ഒരാൾക്ക് പകരം പെട്ടെന്ന് റിഹേഴ്സൽ ഇല്ലാതെ കളിക്കേണ്ടി വന്നു. ആലുവ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ. അവിടെ നിന്നാണ് പ്രൊഫഷണൽ നാടകത്തിൻ്റെ ആരംഭം. എന്തായാലും അച്ഛൻ്റെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് മുങ്ങുന്നവരെ കയ്യിൽ നിന്നും ഇരട്ടിക്കിരട്ടി വസൂലാക്കാനുള്ള എൻ്റെ അച്ഛൻ്റെ കഴിവ് അപാരം തന്നെ. കടം വാങ്ങി മുങ്ങുന്നവന്റെ കയ്യിൽ നിന്നും ഇരട്ടിക്കിരട്ടി വസൂലാക്കാനുള്ള എൻ്റെ അച്ഛൻ്റെ കഴിവ് അപാരം തന്നെ. ഇതൊരു 3-4 പവനുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ സ്വർണ്ണ വില വെച്ച് നോക്കിയാൽ ഒരു 1.5 ലക്ഷം രൂപയുടെ മുതൽ എൻ്റെ അച്ഛന്. കോവിഡ് കാലത്ത് വേദികൾ ഇല്ലാതായപ്പോഴാണ് കൊല്ലം പെരിനാട് സ്വദേശി സത്യപ്രകാശ് കർഷക വേഷമണിഞ്ഞത്. സോണിക്ക് പുതിയ ജോലിയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി സാറേ. സാറിൻ്റെ പത്ര ഓഫീസിൽ ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യാൻ അവസരം തന്നതിന് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ആദ്യ പ്രൊഫഷണൽ നാടകത്തിന്റെ ഡയലോഗാണ്. അതെ, ആദ്യത്തെ കഥാപാത്രം മാധ്യമപ്രവർത്തകനായിട്ടാണ്. അത് കൊല്ലം ചൈതന്യയുടെ പീനൽ കോഡ് എന്ന് പറയുന്ന നാടകത്തിലായിരുന്നു ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. വയലാർ നാടകവേദി, കൊല്ലം ഗായത്രി, കൊല്ലം ചൈത്രം, കോട്ടയം വിശ്വസാരഥി, കൊല്ലം തനിമ തുടങ്ങിയ നാടകവേദികളിൽ ഭാഗമായി. കോവിഡിന്റെ പ്രതിസന്ധി കാലത്ത് കൃഷിയും കച്ചവടവും ജീവിത വഴിയാക്കി. അപ്പോഴും നാടക വഴി ജീവിതമായി തുടരുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഒപ്പം രാഹുൽ ജി നാഥ് ഉണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ സത്യപ്രകാശ് എന്ന വലിയ കലാകാരനെ കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, രാഹുലിനും അത് അനുഭവം ഉണ്ടാകും. ഒന്ന്, കൊല്ലത്തിൻ്റെ അഷ്ടമുടി കായലിന് അക്കരയും ഇക്കരയുമായി എത്രയെത്ര കലാകാരന്മാരാണുള്ളത്, എത്രയെത്ര എഴുത്തുകാരാണുള്ളത്. നാടകത്തിനൊരു പ്രത്യേക ഭാവം തന്നെ ആ ഏരിയയിൽ നിന്നുള്ളവർ നൽകിയിട്ടുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് ഈ പെരിനാട് ഭാഗത്തൊക്കെ ഒരുപാട് നാടക കലാകാരന്മാരുള്ളതാണ്. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും എടുത്തു പറയേണ്ട കലാകാരന്മാരിൽ ഒരാളാണ് സത്യപ്രകാശ് എന്ന് നിസ്സംശയം പറയാം. ഗുഡ് മോർണിംഗ് മോത്തി. അത് തന്നെയാണ്. കാരണം ഈ കൊല്ലത്തിനെ സംബന്ധിച്ച് നാടകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആശയം നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ല അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ഓരോ മുക്കിനും മൂലയ്ക്കും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നാടിൻ്റെ വൈബും തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള മനുഷ്യരാണ് അവിടെയുള്ള എല്ലാവരും, നാടക സ്ഥാപനങ്ങളാകട്ടെ എല്ലാം. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് കണ്ടുമുട്ടിയത്. കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു കൗതുകം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു രേഖ, ജീവിതരേഖ തന്നെ പറഞ്ഞു പോവുകയാണ്. കാരണം നാടകം എന്ന് പറയുന്ന അത്രമാത്രം ഇഷ്ടമുള്ള ആളാണ്. അപ്പോഴാണ് എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരി വന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ട്രാക്ക് ഒന്ന് മാറ്റുമ്പോഴും നാടകത്തിൻ്റെ ഡയലോഗുകൾ തന്നെയാകും ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കാണിച്ചത്. കാരണം കൃഷിയിടത്തിലാണ്
സമയം ചിലവഴിക്കുമ്പോഴും ഡയലോഗുകളുണ്ട്. അപ്പോൾ വഴി കൂടെ കടന്നു പോകുന്നവരൊക്കെ ഒരുപക്ഷെ ആശ്ചര്യത്തോടെ നോക്കാം, ഞെട്ടാം, വിഷമിച്ച് നോക്കി നിൽക്കാം, വിഷമമുള്ള മനുഷ്യനായിരിക്കും, ഇത്രയും ദേശീയക്കാരനായ കർഷകനുണ്ടോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും ഇദ്ദേഹം കേട്ടുള്ളത്. കാരണം ഓരോ കഥാപാത്രങ്ങളായി പഠിക്കുന്നത് കൃഷിയിടത്തിൽ നിന്നാണ്. പൂക്കൃഷി നടത്തിയ യഥാർത്ഥത്തിൽ മികച്ച കർഷകനായും ഒപ്പം നല്ല നടനായും ഒക്കെ നാട്ടുകാർ വാഴ്ത്തുന്ന, നാട്ടുകാർ ഓർക്കുന്ന പേരാണ് സത്യപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുടെ. അപ്പം നാടകം ഈ പ്രതിസന്ധി കഴിഞ്ഞാലും നാടകം ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കുറേ മനുഷ്യർ മോത്തി സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയുടെ ഭാഗമായുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ കാഴ്ച കൊല്ലത്തേക്ക് പോയത് കൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. എന്തായാലും ഇവരുമായൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ ശബ്ദത്തിൻ്റെ വിന്യാസമാണ്. കാരണം വലിയ വേദിയിൽ ഈ സിനിമയൊക്കെ ആകുമ്പോൾ ക്ലോസ് വയ്ക്കാം, മിഡ് വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോഴും നാടകക്കാരൻ ശബ്ദവിന്യാസത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ സ്റ്റോറി തന്നെ പല മോഡുലേഷനിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം പിടിച്ചിരിക്കാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷകരമായൊരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. ഒരുപക്ഷെ നാടകക്കാരോട് അല്ലെങ്കിൽ കലാകാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന ഹൃദ്യമായ അനുഭവത്തിലൂടെ തന്നെയാവും മോത്തി. തീർച്ചയായിട്ടും രാഹുലിനും അഭിനയവും പാട്ടും മറ്റ് കലകളും ഒന്നും പുതിയ കാര്യമല്ലല്ലോ. ഈ മേഖലയായിട്ടൊക്കെ രാഹുലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കലാകാരനിലേക്ക് പെട്ടെന്ന് എത്താനും രാഹുലിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും കൊല്ലം മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എങ്കിൽ കൂടി ഈ സത്യപ്രകാശ് കൊല്ലംകാരനായതുകൊണ്ട് പറഞ്ഞതാണ്. അഷ്ടമുടി കായൽ എത്രത്തോളം ഫലഭൂയിഷ്ടമാണോ അതുപോലെ തന്നെ അതിൻ്റെ ഇരു കരകളിലും ഫലഭൂയിഷ്ടമായ കലയ്ക്കും സംസ്കാരത്തിനും പങ്കുവഹിക്കുന്ന ഒട്ടേറെ മനുഷ്യരുമുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചു എന്ന് മാത്രം. രാഹുലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.